സഹോദരനോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ഒരു 5 വയസ്സുകാരൻ. ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുത്തിയ ശേഷം സഹോദരൻ അവിടെ നിന്നും അനങ്ങരുതെന്നും പോയി വരാമെന്നും പറയുന്നു. എന്നാൽ ഒരു ട്രെയിൻ അപകടത്തിൽ ജ്യേഷ്ഠൻ മരണപ്പെട്ട വിവരം ആ 5 വയസ്സുകാരൻ അറിഞ്ഞില്ല. ഉറക്കമെഴുന്നേറ്റ ശേഷം ജ്യേഷ്ഠനെ അന്വേഷിച്ച് അവൻ മുന്നിലുണ്ടായിരുന്ന ട്രെയിനിൽ കയറി. ആ യാത്ര പക്ഷേ അവസാനിച്ചതാകട്ടെ 1500-ലധികം കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്തായിരുന്നു. ആഴ്ചകളോളം റെയിൽവേ സ്റ്റേഷനുകളിലും തെരുവുകളിലും അവൻ അലഞ്ഞു നടന്നു. ഒടുവിൽ ഒരു അനാഥാലയത്തിൽ എത്തിപ്പെടുകയും അവിടെ നിന്നും ഒരു ഓസ്ട്രേലിയൻ ദമ്പതികൾ അവനെ ദത്തെടുക്കുകയുമായിരുന്നു. എന്നാൽ ലോകത്തിന്റെ മറ്റൊരു കോണിൽ ജീവിക്കുമ്പോഴും അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് തന്റെ പെറ്റമ്മയെ കണ്ടെത്തണം എന്നത് മാത്രമായിരുന്നു. കയ്യിലൊരു വിലാസമോ ഒന്നും തന്നെ ഇല്ലാതെ ഓർമ്മയിലെ മങ്ങിയ ചില ചിത്രങ്ങൾ മാത്രം വെച്ച് ഒരാൾക്ക് തന്റെ വീട് കണ്ടെത്താൻ സാധിക്കുമോ? അത്ഭുതമെന്ന് പറയട്ടെ, അസാധ്യമെന്ന് കരുതിയ ആ ദൗത്യം അയാൾ പൂർത്തിയാക്കി. ഒടുവിൽ 25 വർഷങ്ങൾക്കിപ്പുറം അയാൾ തന്റെ അമ്മയ്ക്കരികിലേക്കെത്തി. അത്ഭുതകരമായ സമാഗമമെന്നായിരുന്നു ഇതിനെ അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. സാരു ബ്രയർലി എന്ന യുവാവിന്റെ കഥ ഇങ്ങനെയാണ്. മധ്യപ്രദേശിലെ ഗണ്ഡുവ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് സാരു ജനിക്കുന്നത്. സാരുവിന് 2 ജ്യേഷ്ഠന്മാരും ഒരു അനിയത്തിയുമുണ്ട്. പിതാവ് അവരെ ഉപേക്ഷിച്ചു പോയതാണ്. സാരുവിന്റെ ജ്യേഷ്ഠൻ ഗുഡ്ഡു റെയിൽവേ സ്റ്റേഷനുകളിൽ ചില്ലറ ജോലികൾ ചെയ്തിരുന്നു. ഒരു ദിവസം 5 വയസ്സുകാരനായ തന്റെ അനുജനെയും ഗുഡ്ഡു റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും സാരുവിന് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. ഇതോടെ സാരുവിനെ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുത്തിയ ശേഷം അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഗുഡ്ഡു പോയി. എന്നാൽ ഏറെ നേരം കഴിഞ്ഞ് സാരു ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആരെയും കണ്ടിരുന്നില്ല. തുടർന്ന് തന്റെ ജ്യേഷ്ഠനെ തിരഞ്ഞ് മുൻപിലുണ്ടായിരുന്ന ട്രെയിനിൽ ആ 5 വയസ്സുകാരൻ കയറി. ജ്യേഷ്ഠനെ തിരഞ്ഞ് വിശന്നു വലഞ്ഞ ആ കുഞ്ഞ് ട്രെയിനിൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ആ ട്രെയിൻ എത്തിപ്പെട്ടത് ഇന്ത്യയിലെ മഹാനഗരങ്ങളിലൊന്നായ കൊൽക്കത്തയിലായിരുന്നു. ഉറക്കമെഴുന്നേറ്റ് കുഞ്ഞ് ആകെ പരിഭ്രാന്തനായി. കൊൽക്കത്തയിലെ തിരക്കേറിയ തെരുവുകളിൽ ആ 5 വയസ്സുകാരൻ ഒറ്റപ്പെട്ടുപോയി. താൻ എവിടെ നിന്നാണ് വന്നതെന്നോ തന്റെ നാടിന്റെ പേരോ ഒന്നും അവന് അറിയില്ലായിരുന്നു. ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആ നഗരത്തിൽ ഹിന്ദി മാത്രം അറിയാവുന്ന സാരുവിന് ആരുടെയും സഹായം ലഭിച്ചില്ല. ആഴ്ചകളോളം റെയിൽവേ സ്റ്റേഷനുകളിലും തെരുവുകളിലും അഴുക്കുചാലുകൾക്കരികിലും അവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. തെരുവുകളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണമെടുത്ത് അവൻ കഴിച്ചു. അങ്ങനെ മാസങ്ങളോളം ആ കുട്ടി റോഡരികിലൂടെ അലഞ്ഞു തിരിയുന്നത് കണ്ട ആളുകൾ ഒരു NGOയുടെ സഹായത്തോടെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു. പിന്നീട് അവനെ ദത്തെടുക്കൽ പട്ടികയിലും ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ഓസ്ട്രേലിയൻ സ്വദേശികളായ ജോൺ സ്യൂബെർലി ദമ്പതികൾ അവനെ ദത്തെടുക്കുന്നത്. പിന്നീട് അവൻ വളർന്നത് ഓസ്ട്രേലിയയിലാണ്. അവിടെ നല്ല വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ അവനെ തേടിയെത്തി. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ തന്റെ യഥാർത്ഥ കുടുംബത്തെയും അമ്മയെയും കുറിച്ചുള്ള ഓർമ്മകൾ ഒരു നോവായി അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പ്രായമാകുന്തോറും തന്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താനുള്ള ആഗ്രഹം അവനിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതെവിടെയാണെന്ന് അവന് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സാരു തന്റെ നാടിനെ കണ്ടെത്താനായി ഒരു ശ്രമം തന്നെ ആരംഭിക്കുന്നത്. അതിനായി ഇന്ത്യയുടെ ഭൂപടവും റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം സാരു പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഗൂഗിൾ എർത്ത് എന്ന സാങ്കേതിക വിദ്യയിലേക്ക് അവൻ എത്തുന്നത്. പിന്നീടുള്ള ഓരോ രാത്രിയും മണിക്കൂറുകളും അവൻ അതിൽ തന്നെ ചിലവഴിച്ചു. ഇന്ത്യയിലെ റെയിൽവേ പാതകൾ ഓരോന്നോരോന്നായി സാരു പരിശോധിക്കാൻ തുടങ്ങി. ഇതിനായി ട്രെയിനിന്റെ വേഗതയും സ്ഥലങ്ങളും എല്ലാം അടങ്ങുന്ന മാപ്പുകളടക്കം സാരു ഉണ്ടാക്കിയെടുത്തിരുന്നു. പലപ്പോഴും അടുത്ത ശ്രമം ഉപേക്ഷിക്കാൻ വരെ സാരു തീരുമാനിച്ചിരുന്നു. അങ്ങനെയിരിക്കെ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസമാണ് തന്റെ ഓർമ്മയിൽ പതിഞ്ഞ അതേ ദൃശ്യങ്ങൾ സാരു കാണാനിടയാകുന്നത്. ഒരു വാട്ടർ ടാങ്കും റെയിൽവേ പാലവും എല്ലാം ചെറുപ്പത്തിൽ തന്റെ മനസ്സിൽ പതിഞ്ഞ അതേപടി തന്നെ കാണാനിടയായി. അത് ഗണ്ഡുവ എന്ന ഒരു ഗ്രാമമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പിന്നാലെ ഫേസ്ബുക്കിൽ ഗണ്ഡുവ എന്റെ ഹോം ടൗൺ എന്ന ഒരു ഗ്രൂപ്പ് കാണാനിടയായി. തുടർന്ന് ആ ഗ്രൂപ്പിലെ ഒരാളുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് നാടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയുമായിരുന്നു. അങ്ങനെ സാരു നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് തലായി എന്ന നാടാണ് തന്റെ വീട് നിൽക്കുന്ന സ്ഥലമെന്ന് സാരുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ഏകദേശം 11 മാസത്തിന് ശേഷം സാരു ഇന്ത്യയിലേക്ക് തിരിക്കുകയുമായിരുന്നു. നാട്ടിലെത്തിയ സാരു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കുട്ടിക്കാലത്ത് താൻ കളിച്ചിരുന്ന തെരുവുകളും കുളിച്ച കുളവുമെല്ലാം അവന് അതേപോലെ തന്നെ ഓർത്തെടുക്കാൻ സാധിച്ചു. ഒടുവിൽ നാട്ടുകാരോട് കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ അവർ സാരുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ തന്റെ അമ്മയെ കണ്ടുമുട്ടി. ഇത് തന്റെ മകനാണെന്നറിഞ്ഞതോടെ ഷേരു എന്ന് വിളിച്ച് അവർ അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് തന്റെ പേര് ഷേരു എന്നായിരുന്നുവെന്ന്. ആ 5 വയസ്സുകാരൻ അന്ന് തന്റെ പേര് ഉച്ചരിച്ചിരുന്നത് സാരു എന്നായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ അമ്മയുടെയും മകന്റെയും സമാഗമം ആ നാടിനെ ഒന്നടങ്കം സന്തോഷത്തിലാഴ്ത്തി. ഹിന്ദി അറിയാത്തതുകൊണ്ട് തന്നെ ഒരു വിവർത്തകന്റെ സഹായത്തോടെയായിരുന്നു ഇവർ പരസ്പരം സംസാരിച്ചിരുന്നത്. സാരുവിന്റെ സഹോദരങ്ങളെല്ലാം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുകയാണ്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന വിവരം അപ്പോഴാണ് ബന്ധുക്കളിൽ നിന്നും സാരു അറിയുന്നത്. പിന്നീട് ഏകദേശം 2 ആഴ്ചയോളം സാരു അവിടെ താമസിച്ചു. അമ്മയുണ്ടാക്കി കൊടുത്ത ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ചു. പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരിച്ചുപോയ സാരു ഇടയ്ക്കിടെ മാതാവിനെയും ബന്ധുക്കളെയും കാണാൻ നാട്ടിലെത്താറുണ്ട്. സാരു ബ്രയർലി എന്ന യുവാവ് തന്റെ ജന്മനാട് കണ്ടെത്താൻ ഗൂഗിൾ എർത്ത് ഉപയോഗിച്ച ആ കഥ പിന്നീട് ആഗോള തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടി.
എ ലോങ് വേ ഹോം എന്ന പുസ്തകത്തിലൂടെയും ലയൺ എന്ന സിനിമയിലൂടെയും സാരുവിന്റെ ഈ കഥ കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും ചെയ്തു. പ്രതീക്ഷ കൈവിടാതിരുന്നാൽ വിധി പോലും നമുക്ക് മുന്നിൽ കീഴടങ്ങുമെന്നതിന്റെ വലിയ തെളിവ് തന്നെയാണ് സാരുവിന്റെ ഈ ജീവിതം.